ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ IC ആണ്, അതായത് CPU ക്ലീനിങ്. നമ്മളെല്ലാവരും ഐഫോണിൻ്റെ CPU കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അധികം ആൾക്കാർക്ക് പേടിയുള്ള കാര്യം എന്താണ്, CPU വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ്രോയിഡിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് ഐഫോണിലും അതുപോലെ CPU സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ അതിലെന്താണ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ മദർ ബോർഡിൽ വരുന്ന ഗമ്മ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് ഫ്ലെക്സ് നമുക്ക് എന്താണ് മെക്കാനിക്കിൻ്റെ 360 ഫ്ലെക്സ് യൂസ് ചെയ്യാം. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ അയണിൻ്റെ ബിറ്റില്ലേ, സോ അത് ഞാനൊരു പുതിയ ബിറ്റ് വാങ്ങി വെച്ചതാണ്. അതായത് ഈ IC വർക്കിന് മാത്രമായിട്ട് നമുക്കൊരു പുതിയ ബിറ്റും അതേപോലെ നോർമൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ സോൾഡറിങ് അതേപോലെ നോർമൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നോർമൽ ഒരു അയണിൻ്റെ ബിറ്റും വാങ്ങി വെക്കാം. അതാകുമ്പോൾ എന്താണ് നമ്മുടെ ബിറ്റ് പെട്ടെന്ന് നമുക്ക് ഡാമേജ് ആകില്ല. IC ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അതായത് ആദ്യം എന്താണ് ജസ്റ്റ് നമ്മുടെ റീമെൽറ്റിംഗ് മെത്തേഡ്, അതിനുശേഷം ഇതേപോലെ മദർ ബോർഡിൽ ടച്ച് ചെയ്ത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ IC കൊണ്ട് പ്രഷർ കൊടുക്കുകയും വേണം, എന്നാലോ പ്രഷർ അധികം ആവാനും പാടില്ല. ഈ രീതിയിൽ നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ലെഡ് കറക്റ്റായിട്ട് കിട്ടും. ലെഡല്ല അതിൻ്റെ മുകളിലുള്ള ലെഡും കിട്ടും, അതിൻ്റെ മുകളിലുള്ള ബ്ലാക്ക് ഗമ്മും കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു യെല്ലോയിഷ് കളർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ നോ കണക്ഷൻസ് ആണ്, നോ കണക്ഷൻ പാഡാണ്. സോ അത് ഷോർട്ടായാലും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, അത് ഷോർട്ട് ആവാൻ സാധ്യതയില്ല. സോ അത് എന്താണ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെന്താണ് അയൺ കൊണ്ട് ഓവർ പ്രഷർ കൊടുക്കരുത്, എന്നാലും ഓവർ പ്രഷർ കൊടുക്കുകയും വേണം. ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ക്ലൗഡ് ബോർഡുകൾ പർച്ചേസ് ചെയ്യുക. അതായത് മാർക്കറ്റിലൊക്കെ നമുക്ക് എന്താണ് ക്ലൗഡ് ബോർഡ്സ് അവൈലബിൾ ആണ്. അതെന്താണ് അധികം റേറ്റ് ഇല്ല. iPhone X അതേപോലെ ഈ 11 ഒക്കെ ക്ലൗഡ് ബോർഡ്സ് നമുക്ക് അധികം റേറ്റ് ഉണ്ടാവില്ല മാർക്കറ്റിൽ. അത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിൻ്റെ മദർ ബോർഡിൽ എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ബോർഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മളൊരു ടെക്നീഷ്യൻ കാരണം കൊണ്ട് അവർക്കൊരു ഫോൺ എന്താണ് ഡാറ്റ കിട്ടേണ്ട അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് ഡാറ്റ കിട്ടാണ്ടായാൽ അവരത് അറിയില്ല. പക്ഷേ എന്താണ് നമുക്കതൊരു റിഗ്രറ്റാണ്. സോ നമുക്കതൊരു നെഗറ്റീവാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യുക. ഒരുപാട് ബയേഴ്സ് ഇപ്പോൾ നമുക്ക് നാട്ടിലുണ്ട്, അതേപോലെ സെല്ലേഴ്സും ബയേഴ്സൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെ കയ്യിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം എന്താണ് നമ്മൾ അതിൽ സർവീസ് ചെയ്തിട്ട് അതിലെന്താണ് ട്രെയിനിങ് ചെയ്ത് പഠിക്കാം. ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. സോ അപ്ഡേഷൻ ക്ലാസ്സിലൊക്കെ പോയാൽ അവിടെ നിന്നൊക്കെ ആകെ കിട്ടാവുന്നത് നമുക്ക് ഏകദേശം 8 or 10 മാക്സിമം പോയാൽ 15 ബോർഡൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളെന്താണ് നോർമലി ആ അപ്ഡേഷൻ ക്ലാസ്സിന് കൊടുക്കുന്ന പൈസക്ക് നമുക്ക് എന്താണ് ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ആ ബോർഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇതേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് എത്രയും സിമ്പിളാണോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ വർക്ക് പഠിക്കാൻ പറ്റും. ഇതിലിപ്പോൾ എന്താണ് റീമെൽറ്റിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് എന്താണ് ബ്ലോവറും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എമൗണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നീട് നമുക്ക് എന്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ അധിക ഷോപ്പിലൊക്കെ ടെക്നീഷ്യന്മാർ പറയുന്നൊരു കാര്യമാണ്, വർക്ക് ചെയ്യാനുള്ള ടൂൾസ് ഇല്ല, അതായത് പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഇല്ല, കാര്യങ്ങളില്ല. ഇത് നമ്മൾ എന്താണ് ഇതേപോലെ IC ചെയ്തതിന് ശേഷം നമ്മുടെ കോട്ടൺ അല്ലേ, നമുക്ക് പഞ്ഞി, ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ അതിലേക്ക് ഗമ്മും കരയൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. നോർമലി നമ്മൾ ടിന്നറും കരയൊക്കെ ഇട്ടിട്ട് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ മെത്തേഡിൽ നമുക്ക് ഈ ഒരു പഞ്ഞി കൊണ്ട് കോട്ടൺ കൊണ്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ പെർഫെക്ഷൻ കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷനും ഇപ്പോൾ ഉണ്ടായിരുന്ന കണ്ടീഷനും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ മുന്നായിട്ട് കുറച്ചും കൂടി ഭാഗങ്ങളുണ്ടാവും നമ്മൾ നേരത്തെ ഫ്ലെക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത. അതേപോലെ ഈ IC ഇറങ്ങിയിരിക്കുന്ന ഈ പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് അതിനോട് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ഗമ്മ് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. സംസാരിക്കുന്ന ഓവറാവുന്നുണ്ടല്ലോ അറിയാം, എന്നാലും പറയുന്നതാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഓവറാവുന്നുണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കെന്താണ് സംസാരം കുറക്കാം. ഇതൊന്ന് ജസ്റ്റ് എന്താണ് അതിനോട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ IC ഇരിക്കേണ്ട ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലുള്ള നമുക്കെന്താണ് ഗമ്മെല്ലാം കട്ട് ചെയ്ത് പോരും. അതേപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ എന്താണ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഗമ്മ് ഉണ്ടാവും. സോ അതെല്ലാം ഈ ക്ലീൻ ആക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗമ്മും പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഇതിങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ചുകൂടി ഫ്ലെക്സ് ഇടുക. അതിനുശേഷം എന്താണ് നമ്മുടെ വിക്ക് യൂസ് ചെയ്തിട്ട് ഗുഡ് വീക്കിൻ്റെ വിക്കാണ് ഏറ്റവും ബെറ്ററായിട്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. അതേപോലെ എന്താണ് 2L അതേപോലെ നമ്മുടെ എന്താണെന്ന് ഇപ്പോൾ പറയാം പല മോഡൽസും നമുക്ക് എന്താണ് വിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വിക്കാണ്, പേര് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, അതാണ് പറയാത്തത്.
നമ്മുടെ YCS അതെ YCSനൊക്കെ വിക്ക് അവൈലബിൾ ഉണ്ട്. സോ അതൊക്കെ ഒന്നും കൂടി ബെറ്ററാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. YCSൻ്റെ PPT മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊന്നും നല്ല ബെറ്ററാണ്. യൂസ് ചെയ്തില്ല PPTയിൽ വെച്ചിട്ട് YCS ആണ് ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് എന്താണ് ഒന്നുകൂടി PPT ഇടുക, ക്ലീൻ ചെയ്യുക. അതേപോലെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എന്താണ് അപ്ഡേഷൻ ക്ലാസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ നോർമലി അപ്ഡേഷൻ ക്ലാസ്സും കാര്യമൊന്നും കൊടുക്കുന്നില്ല. ഇതേപോലെ ജസ്റ്റ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ കൊടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. സോ വിക്ക് എന്താണ് നമുക്കത് ഗോഡ് വീക്കിൻ്റെ വിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഓവർ പ്രഷർ കൊടുക്കരുത്. ഓവർ പ്രഷർ കൊടുത്താൽ എന്താണ് IC സ്ക്രാച്ച് ആവും. IC അല്ല മദർ ബോർഡ് സ്ക്രാച്ച് ആവും. മദർ ബോർഡ് സ്ക്രാച്ച് ആയാൽ പിന്നെ അവിടെ UV ഇടാൻ നിൽക്കണം. അതേപോലെ പ്രിൻ്റ് മിസ്സായാൽ പിന്നെ അതിൽ ജിലേബി ഉണ്ടാക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ IC പാഡ് വെച്ചിട്ട് കണക്ഷൻ ഇടാൻ നിൽക്കണം. അതിനേക്കാളൊക്കെ നല്ല എന്താണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഓവർ പ്രഷർ കൊടുക്കാണ്ട്. അതേപോലെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നവരാണ് ഈ സൈഡ് ചെറിയ മിസ്സിങ് വരുന്നത്. അതായത് ഈ ഒരു സൈഡ് എന്താണ് എനിക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൈ അധികം പ്രഷർ കൊടുക്കാൻ പറ്റുന്നില്ല. സോ ആ ഭാഗം ക്ലിയർ ആവാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത്. ആ ഭാഗത്തുള്ള ലെഡ് ക്ലീൻ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെന്താണ് നോർമലി ചെയ്യുമ്പോൾ നമ്മളെന്താണ് അധികം നല്ല രീതിയിൽ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യാം. ആദ്യം തന്നെ ചാടി കയറിയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ചാടി കയറി ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ നോർമലി എന്താണ് ഫാസ്റ്റ് ചെയ്ത് വർക്ക് ഫാസ്റ്റ് ആക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചാടി കയറി ഫാസ്റ്റാക്കി ചെയ്യുന്നത് നമുക്കത് നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ഏത് ടെക്നീഷ്യന്മാരെ കൊണ്ടും അത് ആ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ഫാസ്റ്റാക്കി ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണ് ചെയ്ത് തന്നെ ട്രെയിനിങ് ആയിട്ട് വരണം. അപ്പോൾ ഇതേ ശേഷം രണ്ടാമതും ഇതേപോലെ തന്നെ സെയിം മെത്തേഡ്, അതായത് ടിന്നർ വിത്ത് കോട്ടൺ, ഇത് പഞ്ഞി, ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ വർക്ക് എന്നിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ വീഡിയോസും കാര്യമൊക്കെ സൂം ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നാണെങ്കിൽ, അതേപോലെ ഏതെങ്കിലും വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെന്നാണെങ്കിൽ ഇതിന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വോയിസ് ആഡ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ അക്കൗണ്ട്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് യൂസബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാൻ ഇടുന്ന ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതേപോലെ അത് പറയുക വേണം. എന്നാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും തിരുത്താൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യുന്നതിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെന്താണ് ഇതേപോലെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇതേപോലെ ഫസ്റ്റിൽ പഠിച്ചു വന്നത്. അതായത് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ വീഡിയോസിൽ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ തെറ്റുകളും നമ്മൾ തിരുത്തുന്നത്.